സോറി, എൻ്റെ പരിചയക്കുറവ് കൊണ്ടാണ് അത് കട്ടായത്. ഓക്കെ, ഇപ്പോൾ കേൾക്കാൻ പറ്റുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഓക്കെ. അതായത് അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമനക്കുട്ടൻ എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ നാട്ടിൽ റിലീസായിട്ട് അത് തിയേറ്ററുകളിൽ എത്തിയിട്ടുണ്ട്. അവർക്ക് ഡിസ്ട്രിബ്യൂഷൻ വൈസൊക്കെ കുറച്ച് പ്രശ്നങ്ങളുള്ളതായിട്ട് അറിയാൻ പറ്റി. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആസിഫ് സംസാരിച്ച് കേട്ടപ്പോൾ വിഷമം തോന്നി. കാരണം ഈ സിനിമ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ, നമ്മുടെ സുഹൃത്തുക്കൾ കണ്ടിട്ട് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണെന്ന് എൻ്റെ അടുത്ത് നാട്ടിൽ നിന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് കാണാൻ പറ്റിയില്ല, ഞാൻ ചെന്നൈയിലാണുള്ളത്. ഇതുപോലൊരു സിറ്റുവേഷൻ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ തീരെ റിലീസായ സമയത്തുണ്ടായിരുന്നു. എല്ലാവരും ഓൺലൈനിലൊക്കെ ഭയങ്കരമായിട്ട് അഭിപ്രായം പറയുകയും എന്നാൽ തിയേറ്ററിൽ അതിനനുസരിച്ചുള്ള റെസ്പോൺസ് ഇല്ലാണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു സിറ്റുവേഷനിൽ ഞങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും പുതിയ രീതിയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ള ഒരു സാധനം മലയാളത്തിൽ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഇവിടെ ഓരോ ഫിലിം മേക്കറും, പുതിയ വരുന്ന ഫിലിം മേക്കേഴ്സും ട്രൈ ചെയ്യുന്നത്, പല ഫിലിം മേക്കേഴ്സും ട്രൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു സിനിമ കാണാനുള്ള ഒരു ടൈം മാറ്റി വെക്കാൻ പറ്റുവാണെങ്കിൽ ഈ സിനിമ തിയേറ്ററിൽ പോയിട്ട് കാണുക. ചെന്നൈയിൽ റിലീസായി കഴിഞ്ഞാൽ ഞാൻ ഡെഫിനറ്റ്ലി കാണുന്നതാണ്. അപ്പോൾ ഫുൾ സപ്പോർട്ട് ടു ആസിഫ് ആൻഡ് അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമനക്കുട്ടൻ. എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ വർക്ക് ചെയ്ത ഒരു സിനിമയാണ് ഗോദ. അതും പാരലലി തിയേറ്ററിലുണ്ട്. പക്ഷേ കമ്പാരിറ്റീവ്ലി ഗോദയ്ക്ക് നല്ല റിലീസ് കിട്ടിയിട്ടുണ്ട്, നല്ല തിയേറ്റേഴ്സ് കിട്ടിയിട്ടുണ്ട്. ഗോദ നല്ല സക്സസ് ആണ്. അതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഡെഫിനറ്റ്ലി സന്തോഷമുണ്ട്. പക്ഷേ ഈ എന്താ പറയുക, മറ്റ് ലാംഗ്വേജിലുള്ള സിനിമകൾ വരുന്ന സമയത്തുള്ള അത്രയൊന്നും വേണ്ട, ഒരു 10-20% എക്സൈറ്റ്മെന്റ് എങ്കിലും ഞങ്ങളുടെ സിനിമകൾ വരുമ്പോൾ, മലയാളത്തിലുള്ള സിനിമകൾ വരുമ്പോൾ ആളുകൾ കാണിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയാണ്. ഈ സിനിമ നല്ലതാണെങ്കിൽ അതിനെ പറ്റിയിട്ട് നല്ലത് എഴുതുക. അതുപോലെ ബാഹുബലിയൊക്കെ റിലീസാകുന്ന സമയത്ത് എല്ലാവരും ഇങ്ങനെ അവരുടെ ന്യൂസ് ഫീഡിൽ ഇങ്ങനെ കാണാം, ഇന്ന ആള് ഇസ് വാച്ചിങ് ബാഹുബലി വിത്ത് ഇന്ന ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ടാഗ് ചെയ്തിട്ടൊക്കെ. അതുപോലെയൊക്കെ നിങ്ങൾ മറ്റ് ഇപ്പോൾ അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമനക്കുട്ടനും ഗോദയും അതുപോലെ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ള സിനിമകളും ഒക്കെ കാണുമ്പോൾ നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരിക്കും. നല്ല സിനിമകൾ വിജയിക്കട്ടെ, അതിനു വേണ്ടിയിട്ട് പ്രേക്ഷകർ കൂടെ നിൽക്കുക. ആസിഫ്, ഓൾ ദി ബെസ്റ്റ്. ഞാൻ എന്തായാലും കണ്ടിട്ട് വിളിക്കാം. താങ്ക് യു.